ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। कृष्ण तुदीय पद पंकज पंजरांधम अद्वैव मे विशतु मानस राजहंसा प्राण प्रयाण समये कपवाद भीते कंठावरोधन विदो स्मरणं सुदत्ते। हरे कृष्ण हरि ओम तत्सत् മുകുന്ദമാല സ്തോത്രം 50ാമത്തെ ശ്ലോകമാണെന്ന്. ക്ഷീരസാഗര തരംഗ ശീകരാ സാരതാരാക്കിത ചാരുമൂർത്തയേ ഭോഗിഭോഗ ശയാനിയാശായിനേ മാധവായ വിദ്വിഷേ നമഃ. ക്ഷീരസാഗര തരംഗ ശീകരാ സാരതാരാക്കിത ചാരുമൂർത്തയേ ഭോഗിഭോഗ ശയാനിയശായിനേ माधवाय मधुविद्विषे नमः. हरे कृष्णा निशा माता जी। हरे कृष्ण। क्षीरसागर तरंग शीकर सार तारकित चारुमूर्तये भोगि भोग शयनीय शायने माधवाय मधु विद्वशे नमः। हरे हरि कृष्ण। हे सुभाष माता जी। म्यूट ആണ് माता जी। क्षीरसागरतरङ्गशीकरा सारतारकितचारुमूर्तये भोगिभोगशयनीयशायिने माधवाय मधुविद्विषे नमः। हरे कृष्ण। ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ. ട്രാൻസ്ലേഷൻ. മധുവിന്റെ ശത്രുവായ ഭഗവാൻ മാധവന് നമസ്കാരം. അനന്തശേഷനിൽ ശയിക്കുന്ന അദ്ദേഹത്തിന്റെ ആകർഷണീയമായ രൂപം ക്ഷീരസാഗരത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന തിരമാല ചിന്തുന്ന ബിന്ദുക്കളാൽ അലങ്കൃതമായിരിക്കുന്നു. Very good. Obeisances to Lord Madhava, enemy of Madhu demon, his beautiful form lying on the couch of serpent Ananda is speckled by the shower of spray from the milk ocean's waves. അപ്പോൾ കുലശേഖര ആൾവാർ ഭഗവാൻ മാധവന് പ്രണാമം അർപ്പിക്കുകയാണ്. ആരാണ് മാധവൻ? മധു എന്നുള്ള അസുരനെ വധിച്ചതുകൊണ്ട് മാധവൻ എന്നുള്ള പേര് കിട്ടി അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വളരെ മനോഹരമായിട്ടുള്ള ആ രൂപം എവിടെയാണ് കിടക്കുന്നത്? അനന്തശേഷന്റെ കൗച്ചിൽ ബെഡിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് ഭംഗി കൂടുതൽ ഭംഗി എങ്ങനെ കൂട്ടുന്നത്? സ്പെക്കിൾ ബൈ ദ ഷവർ റേ ഫ്രം ദ മിൽക്ക് ഓഷ്യൻസ്. എവിടെയാണ് കിടക്കുന്നത്? പാലാഴിയിലത്തെ ആ തിരമാലകൾ അടിക്കുമ്പോൾ മുഖത്ത് വരുന്നുള്ള ആ ഒരു സ്പ്ലെൻഡർ, ഓക്കെ, ഒരു കാന്തി, അതിനെ പറ്റിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള ആ സൗന്ദര്യമുള്ള ആ രൂപത്തെയാണ് ഇവിടെ ആര് വർണ്ണിക്കുന്നത്? കുലശേഖര മാധവ എന്ന് വിളിക്കുന്നു. അപ്പോ
ക്ഷീരസാഗരത്തിൽ കിടക്കുന്നത് ആരാണ് ആക്ച്വലി? ക്ഷീരോദക വിഷ്ണു. പാലാഴിയില് ക്ഷീരം അല്ലെ? ക്ഷീരം എന്ന് പറഞ്ഞ പാല്. പാലാഴിയില് ആരാ കിടക്കുന്നത്? ക്ഷീരസാഗര വിഷ്ണു. പിന്നെ കാരണക്കടലിൽ കിടക്കുന്ന ആരാണ്? കാരണസായ വിഷ്ണു, മഹാവിഷ്ണു. ഗർഭോദകത്തിൽ കിടക്കുന്ന ആരാണ്? ഗർഭവസായ വിഷ്ണു. അപ്പൊ ഈ ക്ഷീരസാഗരത്തിൽ കിടക്കുന്ന വിഷ്ണു എവിടെയാണ് എക്സാക്ട്ലി ആ സ്ഥലം? ആ സാഗരം എവിടെയെന്ന് അറിയോ? ക്ഷീരസാഗരം എവിടെ? ഒരു ദ്വീപല്ലേ പ്രഭു? ഏത് ദ്വീപ്? ഏത് ദ്വീപിലാണ്? ഓക്കെ, എവിടെയാണ് ലൊക്കേഷൻ? എവിടെയാണ്? ദ്വീപ് പോട്ടെ, എന്റെ ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞാൽ. അത് ഈ 3 വിഷ്ണുമാര് ഇത് കഴിഞ്ഞിട്ട് എന്താ പറയാ പ്രഭു, ഗോലോകം കഴിഞ്ഞ് അതിന്റെ താഴേക്കുള്ളതല്ലേ വിഷ്ണു ലോകത്തിലേക്ക് വരുന്നത്? വിഷ്ണു ലോകങ്ങൾ പറയുന്നത്. നിഷമാതാജി എവിടെയാണ്? അബുദാബിയിലല്ല കേട്ടോ. എവിടെയാണ്? ഓക്കെ, അത് ഓക്കെ. ആധ്യാത്മിക ലോകത്താണോ അതോ ഭൗതിക ലോകത്താണോ? ഭൗതിക ലോകത്തല്ലേ പ്രഭു 3 വിഷ്ണുമാരിത് ചെയ്യുന്നത്? അത് വൈകുണ്ഠ ലോകങ്ങളിലാണ്. ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ്. ഒന്നല്ലെങ്കിൽ വൈകുണ്ഠ ലോകത്ത്, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലാണ് പ്രഭു. നിഷമാതാജി എന്താ പറയുന്നത്? ആധ്യാത്മിക ലോകം അറിയില്ല പ്രഭുജി. ഓക്കെ, ഏതാണ് ആദ്യത്തെ വിഷ്ണു? ആദ്യത്തെ വിഷ്ണു ആരാണ്? കാരണ ഉദകസായ വിഷ്ണു. കാരണക്കടലില്, അത് സ്പിരിച്വൽ സ്കൈലാണ്. അവിടെ കാരണസായ വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്നാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത് അല്ലെ? ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ കാരണ ഉദസായ വിഷ്ണു ബ്രഹ്മാണ്ടത്തിലല്ല, ഭൗതിക ലോകത്തിലല്ല. അദ്ദേഹം സ്പിരിച്വൽ സ്കൈലാണ്. അദ്ദേഹം ശ്വസിക്കുമ്പോഴാണ് രോമകൂപങ്ങളിൽ നിന്ന് അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഉത്ഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉത്ഭവിച്ചിട്ടുള്ള ഓരോ ബ്രഹ്മാണ്ടത്തിലും അദ്ദേഹത്തിന്റെ എക്സ്പാൻഷൻ ആയിട്ടുള്ള ഗർഭ ഉദകസായ വിഷ്ണു പ്രവേശിക്കുന്നു അല്ലെ? അപ്പൊ ഓരോ യൂണിവേഴ്സിലും ആ ബ്രഹ്മാണ്ടത്തിന്റെ പകുതി ഗർഭ ഉദകസായി വിഷ്ണുവിന്റെ ശ്വേതം, അതായത് എന്താണ്, വയർപ്പിൽ നിന്ന് പകുതി നിറയാണ്. അതിലാണ് ആര് കിടക്കുന്നത്? ഗർഭ ഉദകസായി വിഷ്ണു കിടക്കുന്നു. ഉദകം പറഞ്ഞാൽ വാട്ടർ, വെള്ളം. അപ്പൊ ഗർഭ ഉദക കടലിലാണ് ആര് ശയിക്കുന്നത്? ഗർഭ ഉദകസായി വിഷ്ണു. ഓക്കെ, അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്നാണ് ഒരു കമലം ഉത്ഭവിക്കുന്നത്. ആ കമലത്തിന്റെ നടുക്കിലാണ് ആര്? ബ്രഹ്മാവ് അല്ലേ? അപ്പൊ ആ ഗർഭോദയ വിഷ്ണു വീണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ട് ആ ബ്രഹ്മാണ്ടത്തിലെ എല്ലാ ചരാചരങ്ങളിലും എല്ലാ അണുക്കളിലും പരമാത്മാവായിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ് ക്ഷീരോദസായ വിഷ്ണു. പക്ഷെ ആ ക്ഷീരോദസായ വിഷ്ണുവിന് ഒരു എബോർഡുണ്ട് അല്ലെ? ഒരു സ്ഥാനമുണ്ട്. അത് പ്രാപഞ്ചിക ലോകത്തെ വൈകുണ്ഠം എന്ന് പറയുന്നു. ഇത് പ്രപഞ്ചം, അതായത് ഭൗതിക ലോകം. അപ്പൊ ഈ ബ്രഹ്മാണ്ടത്തിലെ വൈകുണ്ഠമാണ് ഏത്? ഈ ക്ഷീരോദസായ വിഷ്ണു ശയിക്കുന്ന ശ്വേതദ്വീപ്. ശ്വേതദ്വീപ്. ഓക്കെ, അത് ഈ ബ്രഹ്മാണ്ടത്തിലെ എന്താണ്? സ്പിരിച്വൽ വേൾഡ് ആണ്. ഈ പ്രാപഞ്ചിക ലോകത്തിലത്തെ വൈകുണ്ഠം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഇന്ത്യയിലല്ലേ? ഓക്കെ, ഇന്ത്യയിലത്തെ ഒരു റെപ്രസെന്റേറ്റീവ് ഓഫീസ്, ഒരു എംബസി അബുദാബിയിൽ തുറക്കുന്നു. അപ്പൊ ഇന്ത്യയിലത്തെ റെപ്രസെന്റേറ്റീവ് ഓഫീസാണ് അബുദാബിയിലത്തെ എംബസി അല്ലെ? അതേപോലെ വൈകുണ്ഠത്തിലത്തെ
റെപ്രസെന്റേറ്റീവ് ഓഫീസാണ് ഈ പ്രപഞ്ചത്തിലത്തെ ഈ ബ്രഹ്മാണ്ടത്തിലത്തെ ശ്വേതദ്വീപ്. അവിടെയാണ് വിഷ്ണു ക്ഷീരസാഗർ വിഷ്ണു ശയിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, റെപ്രസെന്റേറ്റീവ് ഓഫീസാണ്. അപ്പൊ അതും സ്പിരിച്വൽ വേൾഡാണ്. പക്ഷെ സ്ഥലം എവിടെയാണ്? ക്യാമ്പ് എവിടെയാണ്? ഈ പ്രപഞ്ചത്തിലാണ്, ഈ ബ്രഹ്മാണ്ടത്തിലാണ്. പക്ഷെ സ്പിരിച്വൽ വേൾഡാണ്. അപ്പോ ബ്രഹ്മാവൊക്കെ എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ അവരെ ആക്ച്വലി എവിടെ പോകുന്ന അറിയോ? ക്ഷീരസാഗരത്തിലാണ്. അല്ലെ? അത് ഈ പ്രപഞ്ചത്തിലെ വൈകുണ്ഠമാണ്, പ്രാപഞ്ചിക വൈകുണ്ഠം. ഈ പ്രപഞ്ചത്തിൽ തന്നെ വൈകുണ്ഠമാണ്. അവിടെ ചെന്നാണ് അവരുടെ ഗ്രിവാൻസസ്, അവരുടെ അഭ്യർത്ഥന എല്ലാം അവിടെ പ്രസന്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ. അവിടെ ചിലപ്പോ എന്താ വെറും ഓറൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, വെർബൽ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ കാണാൻ സാധിക്കില്ല. അതായത് ഭൂമി മാത എല്ലാ ആശ്രമന്മാരുടെയും അവരുടെ പ്രശ്നങ്ങൾ ഒരുപാട് അവരുടെ ആ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് നിവൃത്തിയില്ലാതെ ബ്രഹ്മാവിന്റെ അടുത്ത് പോയി. എന്ത് ഫോമിലാ പോയത്? പശുവിന്റെ ഫോമിൽ, അല്ലേ? ആ ഭൂമി മാത ആദ്യം ബ്രഹ്മാവിന്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ ജുറിസ്ഡിക്ഷനും പുറമേയാണത്, എൻ്റെ പറവിന്നും പുറമേ അത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്ത് തന്നെ പോകാം. അപ്പോൾ ഭൂമിയും ബ്രഹ്മാവും ബാക്കിയുള്ള ദേവതമാരെ എല്ലാം കൂടിയിട്ട് എവിടെ പോയി? പാലാഴിയിലാണ് പോയത്, പ്രാപഞ്ചിക വൈകുണ്ഠത്തിൽ. അവിടെ പോയിട്ട് തൻ്റെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അവിടെ അവരെന്താണ്? അശരീരിയാണ് കേട്ടത്, സെലസ്റ്റ്യൽ വോയിസ് ആണ് കേട്ടത്. ഭഗവാനെ നേരിട്ട് കണ്ടില്ല. പേടിക്കേണ്ട, അടുത്ത് തന്നെ ഞാൻ കൃഷ്ണനായിട്ട് ജനിക്കും, എന്നിട്ട് എല്ലാ പരിഹാരങ്ങളും കാണാം. അപ്പോ ബ്രഹ്മാവിനോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് യദുവംശത്തിലും ഭോജവംശത്തിലും എല്ലാം അവതരിക്കണം എന്ന് പറഞ്ഞു. ബ്രഹ്മാവും അത് കേട്ടു. ബ്രഹ്മാവ് അതേപോലെ മറ്റു ദേവന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും യദുവംശത്തിലും ഭോജവംശത്തിലും ഭഗവാൻ അവതരിക്കാൻ പോകുന്നുണ്ട്, അവരുടെ ലീലയിൽ ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാം അവിടെ പോയിട്ട് ജനിക്കണം, ഭഗവാന്റെ ലീലയിൽ സഹായിക്കണം പറഞ്ഞു. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ബ്രഹ്മാവ് അതേപടി മറ്റുള്ളവർ പറഞ്ഞു. ബ്രഹ്മാവ് സ്വയം അത് നമ്മൾ ക്ലാസ്സിൽ കുട്ടികളോട് എണ്ണം പറയണേ, കൗണ്ട് എടുക്കാൻ പറയണേ, എത്ര കുട്ടികളുണ്ടെന്ന്. അപ്പൊ ലീഡറെ ഏൽപ്പിക്കുമ്പോൾ ലീഡർ സ്വയം തന്നെ എണ്ണം മറന്ന എന്താ ചെയ്യാ? അതേപോലെ ബ്രഹ്മാവ് ആ ഇൻസ്ട്രക്ഷൻ സ്വയം ഏറ്റെടുത്തില്ല, മറ്റുള്ളവരോട് അതേ പ്രകാരം നിങ്ങളെല്ലാവരും, ഭഗവാൻ എന്താ പറഞ്ഞു? നിങ്ങളെല്ലാവരും ഇവിടെ ഭൗതിക ലോകത്തിൽ വന്ന് ജനിക്കണം, ഭഗവാന്റെ ലീലകൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ബ്രഹ്മാവിനും അപ്ലിക്കബിൾ ആണ്. പക്ഷെ ബ്രഹ്മാവ് ഇത് മറന്നു. അതായത് ബ്രഹ്മാവിന് അദ്ദേഹത്തിനെ കണക്കാക്കിയില്ല. അപ്പൊ എന്ത് പറ്റി? അപ്പൊ ഭഗവാൻ ഇവിടെ ഭൗതിക ലോകത്തിൽ കൃഷ്ണനായിട്ട് ജനിച്ചപ്പോ ഈ കൃഷ്ണന്റെ കുസൃതികളും അതായത് നമുക്ക് മനസ്സിലാക്കാൻ അപ്പുറത്തുള്ള പല ലീലകളും കണ്ടപ്പോൾ ബ്രഹ്മാവിന് സംശയം, ഇത് ഭഗവാൻ തന്നെയാണോ എന്ന്. അങ്ങനെയാണ് ബ്രഹ്മവിമോഹൻ ലീല നടക്കുന്നത്. ബ്രഹ്മാവിനും ആക്ച്വലി വരണമായിരുന്നു ആ ലീലയിൽ പങ്കെടുക്കാൻ. പക്ഷെ ബ്രഹ്മ പറഞ്ഞു, നിങ്ങളെല്ലാവരും, എങ്ങനെ ഭഗവാൻ പറഞ്ഞുവോ നിങ്ങളെല്ലാവരും ഇവിടെ ജനിക്കണം, അതേപോലെ മറ്റു ദേവതമാരോട് പറഞ്ഞു, പക്ഷെ സ്വയം വന്നില്ല. അതുകൊണ്ടാണ് ബ്രഹ്മാവിനും ആകെ ഒരു കൺഫ്യൂഷൻ ആയത്, ഭഗവാൻ ആണോ എന്നുള്ള സംശയം. അപ്പോൾ ക്ഷീരസാഗരം എന്ന് പറഞ്ഞാൽ അതെവിടെയാണ്? ശ്വേതദ്വീപിലാണ്. അത് ധ്രുവ ലോകത്തിന്റെ ആ ഏരിയയിലാണ്. അപ്പൊ അതെന്താ? വൈകുണ്ഠത്തിന്റെ റെപ്രസെന്റേറ്റീവ് ഓഫീസാണ് ഈ ഭൗതിക ലോകത്തെ, ഈ ബ്രഹ്മാണ്ടത്തില്. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ആധ്യാത്മിക ലോകം എന്ന് പറയാം. ആധ്യാത്മിക ലോകത്തിലെ വൈകുണ്ഠം അത് സ്പിരിച്വൽ സ്കൈലാണ്, അത് മെറ്റീരിയൽ വേൾഡിലല്ല, ഈ ഭൗതിക ലോകത്തിലല്ല. അപ്പൊ അങ്ങനെ ഓരോ ബ്രഹ്മാണ്ടത്തിലും ഓരോ പ്രാപഞ്ചിക വൈകുണ്ഠമായിരിക്കും. കാരണം റെപ്രസെന്റേറ്റീവ് ഓഫീസ് വേണ്ടേ? നമ്മൾ ഒരുപാട് ആൾക്കാർ പല രാജ്യങ്ങളിലും പോകും. അപ്പൊ അവിടെ നമ്മുടെ കാര്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മളുടെ രാജ്യത്തിലെ റെപ്രസെന്റേറ്റീവ് ഓഫീസാണ് എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഓഫീസ് തുറക്കുന്നത്. അപ്പൊ അവിടുത്തെ നിയമം എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ എംബസി, അബുദാബിയിലത്തെ ഇന്ത്യൻ എംബസിയിലത്തെ ആ പ്രമൈസസിലുള്ള കംപ്ലീറ്റ് നിയമങ്ങളും ഇന്ത്യയിലത്തെ നിയമമായിരിക്കും, അബുദാബിയിലത്തെ നിയമമായിരിക്കും. അതുപോലെ UAE-യിലത്തെ എംബസി ഇന്ത്യയിലുണ്ടെങ്കിൽ
ആ ഇന്ത്യയിലത്തെ എംബസിയുടെ UAE എംബസിയുടെ പ്രമൈസസിലുള്ള കംപ്ലീറ്റ് നിയമങ്ങളും എന്തായിരിക്കും? UAE-യിലത്തെ നിയമമായിരിക്കും, ഇന്ത്യയിലത്തെ ആയിരിക്കില്ല. അതേപോലെ വൈകുണ്ഠത്തിൽ വന്ന റെപ്രസെൻറ്റേറ്റീവ് ഓഫീസായിട്ടുള്ള ഈ പ്രാപഞ്ചിക വൈകുണ്ഠം, വൈകുണ്ഠത്തിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആയിരിക്കും. അത് സച്ചിദാനന്ദമായിരിക്കും. ഒരിക്കലും UAE ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനോ ഏത് ഗവൺമെന്റിനും മറ്റു രാജ്യത്തിലോ എംബസി കോൺസുലേറ്റ് ഉണ്ടെങ്കിൽ അവിടെ ആ ഗവൺമെന്റിന്റെ ഏത് രാജ്യത്താണോ ആ എംബസി ഉള്ളത് ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതില്ല. ആരുടെ എംബസിയാണോ അവരുടെ നിയമങ്ങളാണ് അവർക്ക്. ലീവ് ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലത്തെ ലീവ് എല്ലാം അവർക്ക് ബാധകമാണ്. ഇന്ത്യയിലത്തെ എംബസിയിൽ അപ്പൊ UAE-യിലാണെങ്കിൽ കൂടിയിട്ട് UAE പോലീസിന് അതിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് നിയമം. പുറത്ത് വന്നാൽ ഓക്കെ, പക്ഷെ എംബസിയുടെ പ്രമൈസസിനുള്ളിൽ അവർക്ക് അധികാരമില്ല, UAE പോലീസിന് അധികാരമില്ല. അതേപോലെ ഇന്ത്യയിലെ UAE എംബസിയുടെ ഉള്ളിലെ ഇന്ത്യൻ പോലീസിന് അധികാരമില്ല. അവിടെ എന്ത് നടന്നാലും അവർക്ക് ഇടപെടാൻ പറ്റില്ല. അതേപോലെയാണ് പ്രാപഞ്ചിക വൈകുണ്ഠത്തിലും തന്നെ നമ്മുടെ ആധ്യാത്മിക ലോകത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൗണ്ടറാണത്. അപ്പോൾ ഇവിടെ നമ്മുടെ ദേവതമാര് അതിൻ്റെ ഹെഡാണ്, എല്ലാവരുടെയും ഹെഡാണ്. ആരാണ്? ബ്രഹ്മാവ്. ബ്രഹ്മാവിന് എന്തെങ്കിലും പ്രശ്നം ആവശ്യമുണ്ടെങ്കിൽ ഭഗവാനെ കാണണ്ടേ, ചോദിക്കണ്ടേ, എന്താ ചെയ്യേണ്ടത്? പല പ്രശ്നങ്ങളുണ്ട് ഇവിടെ, അതെങ്ങനെ പരിഹരിക്കണം? അപ്പൊ അദ്ദേഹത്തിന്റെ ബോസിനെ കാണണ്ടേ, അപ്പൊ ആ ബോസിനെ കാണണം. അതിന് വൈകുണ്ഠത്തിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരില്ല. ന തദ്ഭാഷയതേ സൂര്യോ ന ശാങ്കോ ന പാവക യത് ഗത്വാന വർത്തന്തേ തദ്ധാമ പരമമ്മ എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം നമ്മള് ആ സ്പിരിച്വൽ സ്കൈയിലുള്ള എബോർഡിലേക്ക് പോയാൽ, വൈകുണ്ഠത്തിൽ പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അവരെല്ലാം ഈ റെപ്രസെൻറ്റേറ്റീവ് ഓഫീസിൽ പോയിട്ടാണ് തൻ്റെ കാര്യങ്ങളെല്ലാം സമർപ്പിക്കുന്നത്, തൻ്റെ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ മാധവനെയാണ് കുലശേഖർ ആൾവാർ അഡ്രസ് ചെയ്യുന്നത്. ആരാണ് ആ മാധവൻ? ക്ഷീരോദ സായി വിഷ്ണു. എന്താണ് മാധവൻ എന്ന് പേര് വരാൻ കാരണം? മധു എന്നുള്ള അസുരനെ വധിച്ചതുകൊണ്ട്. മധു കൈതപാര അല്ലേ? ആ അസുരന്മാരെ വധിച്ചുകൊണ്ട് മാധവൻ. മാധവൻ എന്നുള്ള പേരിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. എന്താണ് അറിയോ? ലക്ഷ്മി ദേവിയുടെ ഹസ്ബൻഡ്. ഹസ്ബൻഡ് ഓഫ് ഗോഡസ് ഓഫ് ഫോർച്യൂൺ. അതുകൊണ്ട് നമ്മുടെ ഭഗവത്ഗീതയില് മാധവൻ അഡ്രസ് ചെയ്യുന്ന, സംബോധന ചെയ്യുന്ന ഹസ്ബൻഡ് ഓഫ് ഗോഡസ് ഓഫ് ഫോർച്യൂൺ എന്ന് പ്രഭുപാദ ട്രാൻസ്ലേഷൻ പറയുന്നുണ്ട്. അപ്പോൾ അനന്തശേഷൻ ആരാണ്? ബൽറാം. ബൽറാമിന്റെ എക്സ്പാൻഷൻ ആണ്. ബൽറാം ആരാണ്? സേവക് ഭഗവാൻ. ഭഗവാൻ ഈസ് ആൾസോ സുപ്രീം പേഴ്സണാലിറ്റി, പൂർണ്ണ പുരുഷോത്തം ഭഗവാനാണ്. പക്ഷേ സേവ ചെയ്യുന്ന ഭഗവാന്റെ ഹെഡാണ്. ഓക്കെ, ആദ്യം സേവ ചെയ്യുന്നത് ബലറാമാണ്. സേവക് ഭഗവാൻ. മറ്റത് ഭഗവാൻ കൃഷ്ണൻ സേവ്യ ഭഗവാൻ, സേവനം സ്വീകരിക്കുന്ന ഭഗവാൻ. മറ്റത് സേവനം ചെയ്യുന്ന ഭഗവാൻ. ആ ബലറാമിന്റെ എക്സ്പാൻഷൻസ് ആണ് ആര്? അനന്തശേഷൻ. ബലറാമിന്റെ ഒരുപാട് എക്സ്പാൻഷൻസ് ഉണ്ട്. ഭഗവാന്റെ എല്ലാ ധാമുകളും, ഭഗവാന്റെ എല്ലാ പാരഫിനാലിയയും, ഭഗവാൻ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ബലറാമിന്റെ എക്സ്പാൻഷൻസ് അല്ലേ? ബലറാമിന്റെ എക്സ്പാൻഷൻ ആണ് ഭഗവാന്റെ എല്ലാ ധാമുകളും പാരഫിനാലിയകളും എല്ലാം. അപ്പോൾ വൃന്ദാവനം അത് എന്താണ്? ബലറാമിന്റെ എക്സ്പാൻഷനാണ്. ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാമഗ്രികളും ബലറാമിന്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ ബലറാം എല്ലാ ഭാവത്തിലും ഭഗവാനെ സേവിക്കുന്നുണ്ട്. ശാന്തരൂപത്തിനും ദാസ്യരൂപത്തിനും സഖ്യരൂപത്തിനും വാത്സല്യരൂപത്തിനും മാധുര്യരൂപത്തിനും എല്ലാ രൂപത്തിലും ഭഗവാനെ സേവിക്കുന്ന വ്യക്തിയാണ് ബലറാം. ഫസ്റ്റ് എക്സ്പാൻഷൻ. അപ്പൊ ആ സർപ്പൻ അനന്ത. ഓക്കെ, അനന്തശേഷനെ പറ്റിയിട്ടാണ്. അനന്തശേഷനാണ് അവിടെ കൗച്ചായിട്ട്, ബെഡായിട്ട്, അംബ്രല്ല, കമണ്ടലു, പൂജാ സാമഗ്രികളെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ പൂജാ സാമഗ്രികളൊക്കെ ഈവൻ നമ്മൾ മാറ്റ് ഇടുന്നില്ലേ താഴെ പൂജ ചെയ്യുമ്പോൾ, അത് നമ്മൾ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുമ്പോൾ അത് സ്പിരിച്വൽ ആണ്. അത് ബലറാമിന്റെ എക്സ്പാൻഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ കാലുകൊണ്ട് തട്ടി മാറ്റില്ല, കൈ കൊണ്ട് എടുത്തിട്ടേ വെക്കുള്ളൂ. അത് ശരിക്കും നമ്മൾ നിൽക്കുന്നതാണ്. എങ്കിലും കൂടി അതിനെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കഴിഞ്ഞാൽ കാലുകൊണ്ട് തട്ടി മാറ്റുമോ? ഇല്ല.
അതിനെ കൈകൊണ്ടെടുത്ത് മാറ്റി മടക്കി വയ്ക്കുക ചെയ്യും. അതിന് അതായത് ബലറാമിന്റെ എക്സ്പെൻഷൻ ആണ്, ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രിയാണ്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള അവർ റെസ്പെക്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. So obeisances to Lord Madhava, enemy of Madhu demon, his beautiful form lying on the couch of the serpent Ananda, speckled by the shower of spray from the milk ocean's waves. This is a picturesque view of Shirosai Vishnu, the expansion of Lord Krishna, who inhabit the spiritual planet Swetadip. അതുകൊണ്ടാണ് അവിടെ സ്പിരിച്വൽ പ്ലാനറ്റ് പറയുന്നത്. അപ്പൊ വിത്തിൻ ദ മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ലോകത്തിന്റെ ഉള്ളിലൊരു സ്പിരിച്വൽ പ്ലാനറ്റ്, അതാണ് ശ്വേതദ്വീപ്. So in the Srimad Bhagavatam 3.8.24, Srila Vyasadeva also describes the beauty of Lord Vishnu as he lies in Yoga Nidra. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകത്തിൽ വ്യാസദേവൻ ഭഗവാന്റെ ആ സൗന്ദര്യത്തിനെ പറ്റി വിവരിക്കുന്നുണ്ട്. എങ്ങനെ യോഗനിദ്രയില്, അതായത് ബലറാമിന്റെ, അതായത് അനന്തശേഷന്റെ കൗച്ചില് ബെഡിൽ കിടക്കുന്ന സമയത്ത് യോഗനിദ്ര. നമ്മള് നിദ്രയിൽ എന്താ ചെയ്യാ? നമ്മൾ ഉറക്കത്തിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? നമ്മൾ സാധാരണ ഉറങ്ങുമ്പോ എന്താണ്? എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നു അല്ലെ? ഒന്നും അറിയില്ല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാം കൂടി ടോട്ടലി ഒരു കൺഫ്യൂഷനാണ്. എന്താ കണ്ട, ആരെ കണ്ട, ഒന്നും അറിയില്ല. നമ്മൾ ടോട്ടലി ഇഗ്നോറൻസിൽ. നമ്മുടെ ഉറക്കം എന്തിനാണ്? തമോ ഗുണത്തിലാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ തന്നെ തമോ ഗുണം. പക്ഷെ ഭഗവാന്റെ ഉറക്കം തമോ ഗുണത്തിലാണോ? അല്ല, ഭഗവാൻ എപ്പോഴും വിശുദ്ധ തത്വത്തിലാണ്. ഓക്കെ, ഭഗവാൻ നിദ്ര സമയത്താണ് ഈവൻ ക്രിയേഷനും കൂടി നടക്കുന്നത്. നമ്മളെ ഉറക്ക സമയത്ത് എന്ത് നടക്കുന്നു? ഒന്നും നടക്കുന്നില്ല. നമ്മൾ മുഴുവനും ഉറക്കം എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ്, തമോ ഗുണം. ഭഗവാൻ യോഗനിദ്രയില് ഈവൻ ബ്രഹ്മാണ്ടങ്ങള് സൃഷ്ടിക്കുന്നു. അതാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ യോഗനിദ്ര എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിദ്ര പോലെ അല്ല, ഫുൾ ആക്റ്റീവാണ് ആ നിദ്രയിലും കൂടിയിട്ട് ഭഗവാൻ. നമ്മളെ ടോട്ടലി ഡെഡാണ്, ഒന്നും അറിയില്ല എന്താണ് നടക്കുന്നത് അല്ലേ? നമ്മളെ തന്നെ മറക്കും. നമ്മളുടെ എക്സിസ്റ്റൻസ് നമുക്ക് അറിയോ? ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ആരാണെന്ന് അറിയോ? നമുക്കിങ്ങനെ ഫാമിലി ഉണ്ട്, നമുക്കൊരു വീടുണ്ട്, നമുക്ക് ഇത്ര ശമ്പളം ഉണ്ട്, ഇത്ര പൈസ ബാങ്കിലുണ്ട്, നമുക്കറിയോ ഉറങ്ങുന്ന സമയത്ത്? ഉറക്കത്തുനിന്ന് ഉണർത്തി ചോദിച്ചാൽ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട് പറയും. ഉറക്കത്തിൽ ആർക്കും അറിയാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഇഗ്നോറൻസ്. ടോട്ടലി കട്ട് ഓഫ് ഫ്രം അവർ എക്സിസ്റ്റൻസ്. നമ്മുടെ അസ്തിത്വം കൂടി നമുക്ക് അറിയില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. കാരണം ഭഗവാൻ എന്താണ്? എല്ലാം അറിയാം. പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ അറിയാം. നമ്മുടെ അത്രേ ഉള്ളൂ. എന്നിട്ടാണ് നമ്മൾ ഈ വീരവാദം മുഴക്കുന്നത്, ഞാൻ ആരാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് അല്ലേ? നമുക്കൊന്നുമില്ല. ആക്ച്വലി അത് നോക്കുകയാണെങ്കിൽ നമ്മൾ സീറോ ആണ്, നത്തിങ്, ടോട്ടലി സീറോ. അപ്പൊ അവിടെ യോഗനിദ്രയിൽ കിടക്കുന്ന ആ ശിവസായി വിഷ്ണുവിന്റെ ആ ഭംഗിയാണ് ഇവിടെ കുലശേഖര ആൾവാർ ഇവിടെ വർണ്ണിക്കുന്നത്. The luster of the transcendental body of the Lord mocked the beauty of the coral mountain. കോറൽ മൗണ്ടൻ എന്ന് പറഞ്ഞ എന്താണ്? പവിഴം. കോറൽ പറഞ്ഞ പവിഴം അല്ലെ? പവിഴത്തിന്റെ മലകള് എവിടെ കണ്ടിട്ടുണ്ട്? എവിടെയും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് അല്ലേ? ഒരുപാട് ഗോൾഡ് മൗണ്ടൻ ഉണ്ട്, സിൽവർ മൗണ്ടൻ ഉണ്ട്, കോറൽ മൗണ്ടൻ ഉണ്ട്, പേൾ മൗണ്ടൻ, അങ്ങനെ ഒരുപാട് ജുവൽസ്, രത്നങ്ങളുടെ മൗണ്ടൻസ് ഒക്കെ ഒരുപാട് കാണാം. നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സിൽ ഒരുപാട് അതിന്റെ പരാമർശമുണ്ട്. പക്ഷേ ഈ കോറൽ മൗണ്ടൻ ഉണ്ട്, നമുക്ക് കാണില്ല, നമ്മളുടെ കണ്ണുകൊണ്ട് കാണില്ല. കാണിച്ചാൽ ഈവൻ ഭൂമണ്ഡലത്തിൽ തന്നെ സപ്തദ്വീപില്, ജംബുദ്വീപിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ? സപ്തദ്വീപിൽ ഒരുപാട് അതെല്ലാം ഭൂസ്വർഗമാണ്. ആ ഭൂസ്വർഗത്തിലെല്ലാം ഉണ്ട് അല്ലെ? അതായത് ജംബുദ്വീപ്, സാൽമലി ദ്വീപ്, കോഞ്ചദ്വീപ്, പിന്നെ ലക്ഷദ്വീപ്, അങ്ങനെ ഒരുപാട് ദ്വീപുകളുണ്ട്. 7 ദ്വീപുകളാണ്. അപ്പോൾ ഇതെല്ലാം ആക്ച്വലി ഭൂസ്വർഗങ്ങളാണ്. അപ്പൊ അവിടെ
സിൽവർ മൗണ്ടൻ ഉണ്ടായിരിക്കും, ഗോൾഡ് മൗണ്ടൻ ആയിരിക്കും, കോറൽ മൗണ്ടൻ ഉണ്ടായിരിക്കും. അങ്ങനെ പലതും ഉണ്ട്. നമുക്കത് വിശ്വസിക്കില്ല, കാരണം നമുക്ക് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നില്ല ഈ ഭാരതവർഷം മാത്രമാണ് ഭൂമി എന്ന് വിചാരിക്കാൻ പാടില്ല. 7 ദ്വീപിലെ ഇതെല്ലാം ഭൂസ്വർഗമാണ്. അവിടെ എല്ലാം ഒരുപാട് ദിവ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ അവിടുത്തെ ലൈഫ് സ്പാനും കൂടുതലാണ്. അവിടുത്തെ ഫെസിലിറ്റീസ്, കംഫർട്ട്സ് എല്ലാം കൂടുതലാണ്. അപ്പൊ അവിടെ നമ്മളെപ്പോലെ അതേപോലെ വ്യാധി കുറവാണ് അവിടുത്തെ ലിവിങ് ബീങ്സിന്, അവിടുത്തെ ഹ്യൂമൻ ബീങ്സിന്. നമ്മളെപ്പോലെ വ്യാധി ഒന്നുമില്ല. പക്ഷെ നമ്മളുടെ ഈ ജംബുദ്വീപിലെ ഭാരതവർഷം മാത്രമാണ് എന്താണ് സ്പെഷ്യാലിറ്റി? എന്താണ് ഭാരതവർഷത്തിന്റെ സ്പെഷ്യാലിറ്റി? മറ്റ് സ്ഥലങ്ങളില്ലാത്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഭാരതവർഷത്തിന്. ജംബുദ്വീപിലെ ഒരു വർഷം, ദ സദേൺ മോസ്റ്റ് വർഷമാണ് ഭാരതവർഷം. ജംബുദ്വീപ് ആണ് നടുക്കില്. ഈ 7 ദ്വീപിലത്തെ ജംബുദ്വീപിലെ അതിന്റെ നടുക്കിലാണ് ഇലാവർത്ത വർഷം, സെൻട്രൽ പോർട്ട്. അപ്പോ ജംബുദ്വീപിന്റെ സദേൺ മോസ്റ്റ് പാർട്ടാണ് ഭാരതവർഷം. ഈ ഭാരതവർഷത്തിന്റെ സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ്? അതാണ് കർമ്മഭൂമി. അതാണ് കർമ്മഭൂമി. എന്താണ് കർമ്മഭൂമി എന്ന് പറഞ്ഞാൽ? എന്താണ് കർമ്മഭൂമി എന്ന് പറഞ്ഞാൽ? ഭഗവാൻ സേവനം ചെയ്യുന്നതാണോ? പ്രഭു ഭഗവാൻ സേവ ചെയ്ത് നാമം ജപിച്ചതാണോ? കർമ്മഭൂമി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് പ്രതിഫലം ഉണ്ടായിരിക്കും. ഓരോ കർമ്മത്തിനും നല്ലതാണെങ്കിൽ നല്ല പ്രതിഫലം, ചീത്തയാണെങ്കിൽ ചീത്ത പ്രതിഫലം. കർമ്മം ഇവിടെ മാത്രമേ ഉള്ളൂ, മറ്റു സ്ഥലത്ത് കർമ്മമില്ല. അപ്പൊ അത് അത്ഭുതമല്ലേ? അവിടെ കർമ്മം ചെയ്യുന്നില്ലേ? കർമ്മം ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളെ അനുഭവിക്കുകയാണ്. അപ്പൊ നമ്മള് സ്വർഗത്തില് പോകുന്നത് എന്തിനാണ്? കർമ്മം ചെയ്യാനല്ല. നമ്മളുടെ പയസ് ക്രെഡിറ്റ്, പുണ്യകർമ്മത്തിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ. നരകത്തിൽ പോകുന്നത് എന്തിനാണ്? അവിടെ കർമ്മമില്ല. നരകത്തിൽ കർമ്മമില്ല, സ്വർഗത്തിൽ കർമ്മമില്ല. കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മഫല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കർമ്മഫലം എവിടെയുള്ളത്? ഭാരതവർഷത്തിൽ മാത്രമേ ഉള്ളൂ. ദിവ്യ സ്വർഗത്തിലുമില്ല, അവിടെ ഒന്നുമില്ല. അതെല്ലാം ഭൂസ്വർഗങ്ങളാണ്. ഇലാവൃത വർഷം, ഇതേപോലെ സാൽമനി വർഷമല്ല ഇത്, ഇലാവൃത വർഷമാണ്. പിന്നെ മറ്റേ ദ്വീപുകളിൽ അവിടെ ഒന്നുമില്ല. ഈ ജംബു ദ്വീപിൽ 9 വർഷങ്ങളുണ്ട്. അതിൽ ഭാരതവർഷത്തിൽ മാത്രമേ ഉള്ളൂ കർമ്മം, അതായത് കർമ്മഫലം ഉള്ളൂ. മറ്റതൊക്കെ അവിടെയൊക്കെ നമ്മൾ ചെയ്യുന്ന പയസ് ക്രെഡിറ്റിനെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അവിടെ കൂടുതൽ ലൈഫ് സ്പാനും ഉണ്ട്, കൂടുതൽ ആസ്വദിക്കാൻ, അതായത് ഭൗതിക തലത്തിൽ ആസ്വദിക്കാനുള്ള അവസരം നമുക്ക് കിട്ടും. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ അവസാനം നമ്മൾ വീണ്ടും ഈ കർമ്മഭൂമിയിലേക്ക് വരും. കർമ്മഭൂമിയിലാണ് നമ്മൾ കർമ്മഫലം. അത് നല്ല കർമ്മം ചെയ്താൽ നല്ല കർമ്മഫലം കിട്ടും, ചീത്തതാണെങ്കിൽ ചീത്ത കർമ്മഫലം കിട്ടും. പിന്നെ അങ്ങനെ ഇംപയസ് കർമ്മഫലാണെങ്കിൽ നമ്മളെ നരകത്തിലേക്ക് പറഞ്ഞേക്കും. നല്ല കർമ്മഫലാണെങ്കിൽ സ്വർഗത്തിലേക്കോ ഭൂസ്വർഗത്തിലേക്കോ എവിടേക്കെങ്കിലൊക്കെ പറഞ്ഞേക്കും. അവിടെ കൂടുതൽ. അപ്പൊ നമ്മൾ ചുരുക്കത്തില് നമ്മൾ കുറെ പൈസ സമ്പാദിച്ചു, ജോലി ചെയ്തിട്ട് ഇന്ത്യയിൽ കുറെ പൈസ സമ്പാദിച്ചു. എന്നിട്ട് പൈസ സമ്പാദിച്ചിട്ട് നമ്മൾ പോവാണ് അവിടെ അമേരിക്കയിലെ, യൂറോപ്പിലെ പിക്നിക്കിന് പോവാണ്. 1 മാസം, 2 മാസം, 3 മാസം. അപ്പോൾ കുറെ പൈസ സമ്പാദിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മളെ അടിച്ചു പൊളിച്ച് ജീവിച്ചു, പൈസ കഴിഞ്ഞവർ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ വീണ്ടും ഇന്ത്യയിൽ വരണം, വീണ്ടും നമ്മൾ ഓഫീസിൽ പോകണം, പൈസ സമ്പാദിക്കണം, കുറെ സമ്പാദിച്ച് വീണ്ടും പോകുന്നു. അതേപോലെയാണ് നമ്മുടെ ഈ ഭാരതവർഷം. ഇവിടെ കർമ്മമായി, ഇവിടെ കുറെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല ക്രെഡിറ്റ് കിട്ടുന്നു. അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വർഗത്തിൽ പോകുന്നു, അത് അനുഭവിക്കുന്നു. അത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു, വേറെ ശരീരം എടുക്കുന്നു, വീണ്ടും നമ്മൾ ജോലി ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ. അപ്പൊ അതാണ് ഉദാഹരണം പറഞ്ഞത്. നമ്മൾ കുറെ സമ്പാദിച്ചാൽ അമേരിക്കയിലോ യൂറോപ്പിലോ വേറെ എവിടെയെങ്കിലും നല്ല രാജ്യങ്ങളിലോ പോയിട്ട് നമ്മൾ സുഖമായിട്ട് ജീവിക്കുക. അവിടെ ഒരു ഇതുമില്ല, നമ്മൾ ചെലവാക്കുകയാണ്.
നമ്മളുടെ ഏണിങ്സ്. അതേപോലെ സ്വർഗ്ഗലോകത്തിൽ പോയാൽ നമ്മളുടെ പയസ് ക്രെഡിറ്റ്സ് ചിലവാക്കുകയാണ്. ചിലവാക്കി കഴിഞ്ഞാൽ തിരിച്ചു ഇവിടെ തന്നെ വരും. വീണ്ടും നമ്മൾ കർമ്മം ഉണ്ടാക്കണം, പയസും ഇമ്പയസും. ഗോലോകത്തിൽ പോണെങ്കിലും ഇവിടെ ജനിക്കണല്ലേ പ്രഭു, ഭൂമിയിലായാലല്ലേ പറ്റുള്ളൂ. ഇവിടെ ഭാരതവർഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് കർമ്മഭൂമിയാണ്, രണ്ടാമത് ഈസിയാണ് ഗോലോകത്തിൽ പോകാൻ. മറ്റുള്ള സ്ഥലത്തിൽ ഈസി അല്ല. അതുകൊണ്ടാണ് ഈവൻ ദേവന്മാരും ഭാരതവർഷത്തിൽ ജനിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. വളരെ ഈസിയാണ്, സിമ്പിളാണ്, വളരെ ഈസിയാണ്. അവിടേക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ ലൈഫ് സ്പാനും കൂടുതലാണ്. അവർ കൂടുതൽ ആസ്വാദനം ഉള്ളത് കൊണ്ട് അവർ നമ്മളെപ്പോലെ അത്രയും ഭക്തിയുണ്ട്, നമ്മളെക്കാളും കൂടുതൽ ഭക്തിയുണ്ട്. പക്ഷേ ഇവിടെയും അത് ഇന്റൻസിറ്റി കുറവായിരിക്കും. കാരണം ഇവിടെ കർമ്മം എന്ന് പറഞ്ഞ നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞാൽ സുഖം ദുഃഖം മിക്സറാണ്. അവിടെ കൂടുതൽ സുഖമാണ്, ദുഃഖം കുറവാണ്. ഇവിടെ സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കാനും അതിനുള്ള ആ ഒരു സിൻസിയറിറ്റി ഇത് കൂടും. മറ്റുള്ള ദേവി ദേവതമാരുടെ കാര്യമല്ല പറഞ്ഞാൽ, അവർ തീർച്ചയായിട്ടും എക്സോൾട്ടഡ് ഡിവോട്ടീസ് ആണ്. ബാക്കി നമ്മളെപ്പോലുള്ള ആൾക്കാർ അവിടെ പോയി കഴിഞ്ഞാൽ, ഒരുപാട് പയസ് ക്രെഡിറ്റ് കിട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ, നമ്മൾ ആ ക്രെഡിറ്റ് കഴിയുന്നവരെ സുഖിച്ച് ജീവിക്കുന്നു. ഭഗവാനിൽ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും ഭഗവത് ആ സേവനം കുറവായിരിക്കും, ഇവിടുത്തെ പോലെ അത്രയും ഉണ്ടാവില്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ അത് കഴിയുമ്പോൾ തിരിച്ചു വരണം. എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്ന് പറയുന്നില്ലേ, ആദ്യം മുതൽക്ക് ABC തുടങ്ങണം. അപ്പൊ അതാണ് ഭഗവാൻ ഇവിടെ യോഗനിദ്രയിൽ കിടക്കുന്നു, അനന്തന്റെ കൗച്ചിൽ എന്ന് പറയും, കൗച്ചില്. സോ ദ ലെസ്റ്റർ ഓഫ് ദ ട്രാൻസൽ ബോഡി ഓഫ് ദ ലോർഡ് മോക്ക് ദ ബ്യൂട്ടി ഓഫ് ദ കോറൽ മൗണ്ടൻ. അപ്പോൾ പവിഴത്തിന്റെ മൗണ്ടനാണ്. അപ്പൊ ഈ 7 ദ്വീപിലും ഒക്കെ നമ്മളുടെ ഈ ജംബു ദ്വീപിലുള്ള ഭാരതവർഷ ജംബു ദ്വീപിലുള്ള ആ ഓഷ്യന്റെ എന്താണ് സബ്സ്റ്റൻസ്, എന്ത് ഓഷ്യനാണ് ജംബു ദ്വീപില്? ഉപ്പ്, സോൾട്ട് ഓഷ്യൻ അല്ലേ? അപ്പൊ നമ്മൾ കാണുന്ന ഈ ഓഷ്യൻ അല്ലാതെ അതും ഉപ്പാണ്. പൊതുവെ ജംബുദ്വീപിൽ കംപ്ലീറ്റ് ഉള്ള ഇത് ഈ ഭാരതവർഷത്തിലെ ഭാരതഖണ്ഡത്തിലെ എർത്ത് പ്ലാനറ്റ് ഇല്ലേ, എർത്ത് പ്ലാനറ്റ് എന്താണ് അതിന്റെ ഷേപ്പ് എന്താണ്? യെസ്, എഗിന്റെ അണ്ട, ബ്രഹ്മ അണ്ടം. ബ്രഹ്മ അണ്ടം എന്ന് പറഞ്ഞാൽ ഈവൻ ഈ യൂണിവേഴ്സും അതിന്റെ ഈ എർത്തും ഒക്കെ ഒരു റൗണ്ട് ഷേപ്പിലാണ്. പക്ഷെ ഭൂമണ്ഡലം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പ്ലെയിൻ ആണ്. അതൊരു ടെറസ് ടൈപ്പ് ആണത്. അപ്പൊ ഈ ഭൂമണ്ഡലത്തിലെ 7 ദ്വീപുകളുണ്ട്. ആ 7 ദ്വീപുകളില് ഒരു ദ്വീപാണ് ജംബുദ്വീപ്. ജംബുദ്വീപിലെ ഒരു വർഷമാണ് ഭാരതവർഷം. ആ ഭാരതവർഷത്തിലെ ഭാരതഖണ്ഡമാണ് ഭൂമി എന്നാണ് പറയുന്നത്. അതാണ് റൗണ്ട് ആയിട്ട്. മറ്റതൊക്കെ എന്താണ്? പ്ലെയിൻ ആണ്. ഭൂമണ്ഡലം എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് എന്താണ്? പ്ലെയിൻ. പക്ഷെ എർത്ത് പ്ലാനറ്റ്, നമ്മൾ ജീവിക്കുന്ന ആ സ്ഥലം എർത്ത് പ്ലാനറ്റ് ഗോൾ, റൗണ്ട്. കംപ്ലീറ്റ് ഭൂമണ്ഡലം റൗണ്ട് അല്ല. വരാഹദേവൻ ഭൂമണ്ഡലത്തെ പൊക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഭൂമണ്ഡലത്തെ പറഞ്ഞ് വെറും എർത്ത് മാത്രമല്ല, അത് കംപ്ലീറ്റ് ഭൂമണ്ഡലത്തെ താഴെ കൊണ്ടുണ്ടായിരുന്നു പാതാളത്തിലേക്ക്, രസാതലത്തിലേക്ക്. ആ വരാഹദേവനാണ് അതിനെ മുകളിലേക്ക് കൊണ്ട് അതിന്റെ സ്ഥലത്ത് പൊസിഷനിൽ വെച്ചത്. ഓക്കെ, സോ ഹിയർ വെരി. അപ്പൊ അങ്ങനെ ഒരുപാട് ദ്വീപുണ്ട്. അപ്പൊ ഇവിടെ സോൾട്ട് ഓഷ്യൻ ജംബു ദ്വീപില്, മറ്റുള്ള ദ്വീപില് ഷുഗർ കെയിന്, ക്ലാരിഫൈഡ് ബട്ടർ, പിന്നെ അതേപോലെ ഇൻടോക്സിക്കേഷൻ, എന്താണ് പറയാ, മദ്യം. അങ്ങനെ ഓരോരോ സമുദ്രങ്ങളാണ് അവിടെ. അതിന് ചുറ്റും ഓരോ ദ്വീപിന് ചുറ്റും എന്താണ്? സാൾട്ട് ഓഷ്യൻ. അപ്പൊ ഈ ജംബുദ്വീപിന്റെ സോൾട്ട് ഓഷ്യനാണ്. മറ്റുള്ള ദ്വീപുകളിൽ ഷുഗർ കെയിൻ ജ്യൂസിന്റെ ഓഷ്യനാണ്. ചിലത് ക്ലാരിഫൈഡ് ബട്ടറിന്റെ ഓഷ്യനാണ്, ചിലത് ലിക്കറിന്റെ ഓഷ്യനാണ്. അങ്ങനെയാണ് ഓരോന്നും, ഓരോ ഡിഫറെന്റ് സബ്സ്റ്റൻസ് ആണ്. So there is gold in the summit of the mountain, but the Lord's helmet bedecked with jewels mocked it. അപ്പൊ ആ കോറൽ, അതായത് പവിഴത്തിന്റെ മലകളുടെ ആ സൗന്ദര്യം അതിന്
കാട്ടിലും വെല്ലുന്നതാണ് എന്ത് ലോർഡ്സ് ഹെൽമെറ്റ് ബിഡക്ഡ് വിത്ത് ജ്വൽസ്. ഭഗവാന്റെ ആ മുക്കുട്ട് കിരീടം പവിഴം രത്നം അങ്ങനെ ഗോൾഡ് എല്ലാം കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതാണ്. മോക്ഡ് ഇറ്റ് എന്ന് പറയുന്നത്. ദ മൗണ്ടൻസ്, വാട്ടർഫോൾസ്, ഹെർബ്സ് എറ്റ്സെട്ര വിത്ത് എ panorama of flowers seem like garlands, but the Lord's gigantic body and his hands and legs, decorated with jewels, pearls, tulasi leaves, and flower garlands, mock the sense of mountain, scene of mountain. അപ്പോ ഇതെല്ലാം ഇപ്പൊ ബ്രഹ്മാവ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ആക്ച്വലി കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ഓരോ സേജസും ഋഷിവര്യന്മാരും ഭഗവാനെ ധ്യാനിക്കുമ്പോൾ അവരുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ ആ എക്സാക്ട് സീനറി കാണിച്ചു കൊടുക്കുകയാണ്. ഗോലോകത്തിലെ, വൈകുണ്ഠത്തിലെ, അല്ലെങ്കിൽ എവിടെ വെച്ചാൽ കാണിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് അവർക്ക് ഈ അറിവ് കിട്ടുന്നത്, നോളജ് കിട്ടുന്നത്. നമ്മൾ സ്കൂളിൽ പോയിട്ട് പുസ്തകം പഠിച്ചിട്ടാണ് നോളജ് കിട്ടുന്നത്. അവിടെ അല്ല, അവിടെ നോളേജ് ഈസ് റിവീൽഡ്, വെളിപ്പെടുത്താണ്. വെളിപ്പാട് എന്ന് പറയുന്നില്ലേ, ഭഗവാൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഭഗവാന്റെ ആ ഓപ്പുലൻസസ് വൈകുണ്ഠത്തിലെ അല്ലെങ്കിൽ എവിടത്തെ ആണെങ്കിലും ആ ഓപ്പുലൻസ് എല്ലാം ഈ ക്രിയേഷനിലെ പല ഓപ്പുലൻസും ഉണ്ട്. അതെല്ലാം ഭഗവാൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് സേജസിനും അതേപോലെ ദേവതമാർക്കും ഒക്കെ അവർ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെയാണ് ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് ഭഗവാന്റെ സ്പിരിച്വൽ വേർഡിനെ പറ്റിയിട്ട് വർണ്ണിക്കുന്നത്. Okay, so King Kulashekara describes Lord Vishnu as the killer of Madhu. Although in the form of Shirasai Vishnu, the Lord did not kill Madhu, there is no contradiction in addressing the Supreme Lord by any of his pastime name. അപ്പോൾ ആക്ച്വലി ക്ഷീരസായി വിഷ്ണു മധുഡമനെ അസുരനെ കൊന്നിട്ടില്ല. പക്ഷെ അതിൽ കോൺട്രഡിക്ഷൻ ഇല്ല. എന്തുകൊണ്ട്? ആ ക്ഷീരസായി വിഷ്ണു കൃഷ്ണനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇറ്റ്സ് ദ സെയിം പേഴ്സൺ ഇൻ ഡിഫറെന്റ് ഡ്രസ് അല്ലേ? ആളൊന്നാണ്. അപ്പം നമ്മളിപ്പോൾ ഓഫീസിൽ ഒരു മുണ്ടും ബനിയനൊക്കെ ഇരിക്കുന്ന ആളായിരുന്നു. അതേ ആൾ ഓഫീസിൽ പോകുമ്പോൾ സൂട്ടും കോട്ടും ടൈയും ഒക്കെ ഇട്ടിരിക്കുന്നു. ആളൊന്നാണ്, പക്ഷെ ഇൻ ഡിഫറെന്റ് ഡ്രസ്. അതേപോലെ കൃഷ്ണനും ക്ഷീരസായി വിഷ്ണുവും ഗർഭസായി വിഷ്ണുവും മഹാവിഷ്ണു ഒക്കെ ഒന്ന് തന്നെ, ഇൻ ഡിഫറെന്റ് പ്ലേസ് ഇൻ ഡിഫറെന്റ് ഡ്രസ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മധുവിനെ കൊന്നിട്ടുള്ള അത് ഡയറക്ട്ലി ക്ഷേത്ര വിഷ്ണു അല്ല, ആ ഫോമിലല്ല. എങ്കിലും കൂടി അദ്ദേഹത്തിനെ അങ്ങനെ സംബോധന ചെയ്യുന്നത് യാതൊരു തെറ്റുമില്ല. ദ പേഴ്സൺ ഇസ് സെയിം, ഡ്രസ് ഇസ് ഡിഫറെന്റ്, അത്രയേ ഉള്ളൂ. ആസ് ശ്രീല കൃഷ്ണദാസ് കവിരാജ് പോയിന്റ്സ് ഔട്ട് ഇൻ ഹിസ് ചൈതന്യ ചരിതാമൃത ആദിലീല 5:128 to 130 and 132. There is no difference between the incarnation and the source of all incarnation. അതായത് അവതാരം ആൻഡ് അവതാരി ആൻഡ് അവതാരം. സോഴ്സ് ഓഫ് ഇൻകാർണേഷൻ അവതാരി ആൻഡ് ഇൻകാർണേഷൻസ് അവതാരങ്ങൾ. അവതാരം എന്ന് പറഞ്ഞാൽ അവതരിക്കുക, മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതിനെ അവതാരം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ തൻ്റെ സ്പിരിച്വൽ അബോർഡിൽ നിന്ന്, ആധ്യാത്മിക ലോകത്ത് നിന്ന് ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെ അവതാരം എന്ന് പറയുന്നു. അപ്പോൾ അവതാരിക്കും അവതാരം തമ്മിൽ യാതൊരു വ്യത്യാസം ഇല്ല. അപ്പോൾ അവതാരി സോഴ്സ് എവിടെയാണ്? സ്പിരിച്വൽ വേൾഡാണ്. Previously, Lord Krishna was regarded in the light of different principles by different people. Previously, Lord Krishna was regarded in the light of different principles by different people. Some said that Krishna was directly Lord Narayana, and some called him Lord Vamanadeva incarnate. പല സമയത്തും പല ആൾക്കാരും പല പേരിലും പല രൂപത്തിലും ഭഗവാനെ കാണുന്നു. ചില ആൾക്കാർ നരനാരായണൻ എന്ന് പറയുന്നു, ചില ആൾക്കാർ വാമനദേവൻ എന്ന് പറയുന്നു. ഇതെല്ലാം ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളാണ്. വ്യത്യസ്ത ലീലകൾ കളിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത സമയത്തിൽ അവതരിക്കുന്നു എന്ന് മാത്രം. സം കോൾഡ് ലോർഡ് കൃഷ്ണ ആൻ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് ക്ഷീരസായി വിഷ്ണു. അതും ശരിയാണ്. ഓൾ ദീസ് നെയിംസ് ആർ ട്രൂ. In whatever form one knows the Lord, one speaks of him in that way. In this, there is no falsity, since everything is possible in Krishna. കൃഷ്ണന് ഒന്നും സാധിക്കാത്തതില്ല, എന്ത് വേണമെങ്കിൽ സാധിക്കും. ഓക്കെ, അപ്പോൾ കൃഷ്ണൻ
ആധ്യാത്മിക ലോകത്തില് ആണ്. അവിടുന്ന് ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ കൃഷ്ണൻ ക്ഷീരസായി വിഷ്ണു ത്രൂ ആണ് വരുന്നത്. അതുകൊണ്ട് കൃഷ്ണൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ക്ഷീരസായി വിഷ്ണു ഭഗവാന്റെ എക്സ്പാൻഷൻ ആണ്. ഈ ഭൗതിക ലോകത്തിലെ യൂണിവേഴ്സൽ അഫയേഴ്സ് നോക്കി നടത്തുന്ന വൺ ഓഫ് ദ വിഷ്ണു ആണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഈ വിഷ്ണു, അതായത് അതാണ് എല്ലാ അവതാരങ്ങളും ഇവിടെ ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ അവതാരങ്ങളും ക്ഷീര ഉദകസായി വിഷ്ണുത്തിലൂടെ സംഭവിക്കുന്നത് പറയുന്നത് ആണോ? അത് കാണിച്ച അതാണ് റെപ്രസെന്റേറ്റീവ് ഓഫ് ഇത്. ഉദാഹരണത്തിന് നമ്മൾ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ USA പോവാണ്. USA പോണ സമയത്ത് ഇന്ത്യൻ എംബസി ഇൻ USA എല്ലാ അറേഞ്ച്മെന്റും ചെയ്തു കൊടുക്കുകയാണ് ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ അവിടുത്തെ ഇന്ത്യൻ അംബാസിഡർ ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മീറ്റിങ്ങിനെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടി എല്ലാം അറേഞ്ച്മെന്റും ചെയ്യാണ്. അപ്പോൾ ആരാണ് വലുത്? അംബാസിഡർ ആണോ വലുത്? പ്രൈം മിനിസ്റ്റർ ആണോ വലുത്? ആരാണ് വലുത്? പ്രൈം മിനിസ്റ്റർ ആണ് വലുതെങ്കിൽ ഇത് കൊടുത്തിരിക്കുന്ന അംബാസിഡർക്കാന്ന് മാത്രം. അപ്പൊ അതിന്റെ അറേഞ്ച്മെന്റിന്റെ കാര്യങ്ങളെല്ലാം അവിടെ പ്രൈം മിനിസ്റ്റർ വേണ്ടിയിട്ട് ആര് ചെയ്യുന്നു? അംബാസിഡർ ചെയ്യുന്നു, അല്ലെ? അതേപോലെ കൃഷ്ണനെ ഈ പ്രപഞ്ചത്തില് ഈ ഭൗതിക ലോകത്തിലെ എന്ത് ലീല കളിക്കണമെന്നുണ്ടെങ്കിലും അതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ ഭഗവാന്റെ എക്സ്പാൻഷൻ ആയിട്ടുള്ള ക്ഷീരസായി വിഷ്ണു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും ക്ഷീരസായി വിഷ്ണു മുഖേന വരുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ക്ഷീരസായി വിഷ്ണു ആണ് സോഴ്സ് എന്നുള്ളത്. സോഴ്സ് ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഇതാണ് എൻ്റെ പ്രോട്ടോകോള്. ആ പ്രോട്ടോകോള് അനുസരിച്ച് വരുന്നു. സോ സം കോൾ ലോർഡ് കൃഷ്ണ എൻ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് ക്ഷീരസായി വിഷ്ണു. ചിലത് അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഓൾ ദീസ് നെയിംസ് ആർ ട്രൂ. ഇൻ വാട്ട് എവർ ഫോം വൺ നോസ് ദ ലോർഡ്, വൺ സ്പീക്സ് ഓഫ് ഹിം ഇൻ ദ എന്താണോ അവൻ ഓരോരുത്തർക്ക് അറിയുന്നത് അതനുസരിച്ച് അവർ പറയുന്നു മാത്രം. ഇൻ ദിസ് ദർ ഇസ് നോ ഫോൾസിറ്റി. അങ്ങനെ പറയുന്നതിന് തെറ്റൊന്നുമില്ല. സിൻസ് എവറിത്തിങ് ഈസ് പോസിബിൾ കൃഷ്ണ, എല്ലാം ഭഗവാൻ കൃഷ്ണനിൽ തന്നെ ഉത്ഭവിക്കുന്നത് കൊണ്ട്. ദ ക്ഷീരസായി ഫോം ഓഫ് ലോർഡ് വിഷ്ണു ഈസ് വെരി റയർലി സീൻ ഈവൻ ബൈ അഡ്വാൻസ് ഡിവോട്ടീസ്. അപ്പോൾ ഭഗവാന്റെ ക്ഷീര ഉദകസായി വിഷ്ണുവിനെ കാണാൻ ആർക്കും സാധിക്കില്ല. വളരെ വളരെ റയറാണെന്ന് പറയുന്നത്. ഈവൻ ബൈ അഡ്വാൻസ് ഡിവോട്ടീസ്, ഉച്ചകോടിയിലുള്ള ആ ഭക്തന്മാർക്കും കൂടി കാണാൻ ബുദ്ധിമുട്ടാണ്. സംടൈംസ് വെൻ ദർ ഇസ് എ ക്രൈസിസ് ഇൻ യൂണിവേഴ്സൽ മാനേജ്മെന്റ്, ലോർഡ് ബ്രഹ്മ ഗോസ് ടു ശ്വേതദ്വീപ് ടു കൺസൾട്ട് വിത്ത് ക്ഷീരസായി വിഷ്ണു. ചില സമയത്ത് ചില വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഭൂമിദേവിക്ക് അങ്ങനെ പ്രശ്നം വന്നപ്പോൾ ആശ്രമന്മാരായിട്ടുള്ള രാജകുമാരുടെ ആ ഭരണ സമയത്ത് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സമയത്ത് ബ്രഹ്മാവിനെ സമീപിച്ചു ഭൂമിദേവി ഒരു പശുവിന്റെ രൂപത്തിൽ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആ ഒരു ക്രൈസിസ് ഉള്ള സമയത്ത് ഭഗവാന്റെ അടുത്ത് ശ്വേതദ്വീപിൽ പോകും. പക്ഷെ അപ്പോഴും ഡയറക്റ്റ് ഓഡിയൻസ് കൊടുക്കില്ല, ഡയറക്റ്റ് ദർശനം കിട്ടില്ല. സെലസ്റ്റിയൽ വോയിസ് കൂടെയാണ് ഇൻസ്ട്രക്ഷൻ എല്ലാം കൊടുക്കുക. So Brahma goes to Shwetadweep to consult with Kshirodaya Vishnu. Brahma sits on the bank of the milk ocean and chants the Purusha Sukta prayers. അപ്പോൾ ഭഗവാനെ ചെന്നാൽ ഓക്കെ ഞാൻ വന്നിട്ടുണ്ടോ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അങ്ങനെ പറയാൻ പറ്റുമോ? ചെന്ന ഉടനെ ബെല്ലടിച്ചിട്ട് ഞാൻ എത്തിണ്ടേ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നുണ്ട, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യണം, സ്തുതി ചെല്ലണം, ഭഗവാനെ പ്രീതിപ്പെടുത്തണം. അതേപോലെ അതേ സെയിം ആണ് നമ്മളുടെ വീട്ടിലെ ഓൾട്ടറിന് മുമ്പിൽ പോകുമ്പോഴും അമ്പലത്തിന് മുമ്പിൽ പോകുമ്പോൾ ഭഗവാനെ കാണുമ്പോൾ നമ്മൾ ആദ്യം ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവസാനം എല്ലാം ഭഗവാനെ എല്ലാം ഗ്ലോറിഫൈ ചെയ്ത് പിന്നീട് വേണം അവസാനം നമ്മുടെ ആവശ്യങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ബ്രഹ്മാവ് എന്താണ് ചെയ്തത്? പുരുഷ സൂക്തം പ്രേയേഴ്സ് അല്ലേ? അപ്പൊ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തു. ഇൻ മെഡിറ്റേഷൻ ഹി ദെൻ ഹിയേഴ്സ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ ലോർഡ്. അതിനുശേഷം തൻ്റെ പ്രശ്നങ്ങളെല്ലാം അവിടെ പ്രസന്റ് ചെയ്തു. അപ്പോഴാണ് അവിടുന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത്. എങ്ങനെ? ഇൻ സൗണ്ട് ഫോം.
verbal instruction. So the shower of spray from the milk ocean speckling the Lord's form mocks the impersonal conception of the absolute truth. ഭഗവാന്റെ ആ സൗന്ദര്യം അത് സാധാരണ വൈഷ്ണവന്മാർക്ക് മാത്രമേ അറിയുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ മറ്റുള്ളവർക്ക് ഭഗവാന്റെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ല. അവർക്ക് എന്താണ്, ഇംപേഴ്സണൽ ഫോമാണ്. അവർക്ക് ഇത് ആസ്വദിക്കാനുള്ള ആ ഒരു അവസരമില്ല. ഇപ്പൊ അബ്സല്യൂട്ട് ട്രൂത്ത് പറഞ്ഞാൽ ഒരു ബ്രഹ്മൻ, രൂപമില്ല, നിരാകാരമായിട്ടുള്ള ആ ബ്രഹ്മനാണ് അവര് അബ്സല്യൂട്ട് ട്രൂത്ത് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് സച്ചിദാനന്ദ, is a person. He has a Satchidananda form. So the source of all incarnations is not an impersonal effulgence, but the transcendental Lord himself, the supreme person. അപ്പോൾ ഇതിന്റെ സോഴ്സ്, ഇതിന്റെ പ്രോസസ് എന്താണ്? ഭഗവാൻ ഒരു പേഴ്സൺ ആണ്, ഒരു വ്യക്തിയാണ്. ആ വ്യക്തി സച്ചിദാനന്ദമാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ പോലെ പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ശരീരമല്ല ഭഗവാന്റെ. ഭഗവാൻ നിരാകാരമല്ല, നിർവിശേഷം, നിർഗുണമല്ല. ഭഗവാന് രൂപമുണ്ട്, ഭഗവാന് വിശേഷങ്ങളുണ്ട്, ഭഗവാന് ക്വാളിറ്റീസ് ഉണ്ട്, അല്ലേ? ഭഗവാന് ഗുണങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ഭൗതിക ഗുണങ്ങളല്ല, ഭൗതികമായിട്ടുള്ള ആകാരമല്ല, ഭൗതികമായിട്ടുള്ള രൂപമല്ല. ഭഗവാന്റെ എല്ലാം സച്ചിദാനന്ദമാണ്. ഇത് വൈഷ്ണവന്മാർക്ക് മാത്രമേ അറിയുള്ളൂ. മറ്റ് സിദ്ധാന്തം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. So King Kulashekara does not manufacture images, but strictly follows the Vedic descriptions of the Lord of Svedati. അപ്പൊ അദ്ദേഹം സ്വയമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള, മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു രൂപമൊന്നല്ല അത്. ഭഗവാൻ വേദിക് സ്ക്രിപ്റ്റേഴ്സിലെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ള ആ രൂപത്തിനെയാണ് കാണുന്നത്. ഭഗവാന്റെ രൂപം നമ്മുടെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ട് എങ്ങനെയാണ്? വർഹാപീഠം നടപരവപു കർണയോ കർണികാരം, അല്ലെ? ഭഗവാനെ അവിടെ വിശേഷിപ്പിക്കുന്നില്ലേ അവിടെ? ഭഗവാൻ ഏറ്റവും എല്ലാവരെയും ആകർഷിക്കുന്ന, എല്ലാവരുടെയും സൗന്ദര്യത്തിനെ വെല്ലുവിളിക്കുന്ന സൗന്ദര്യമുള്ള ഒരു മഹാപുരുഷനാണ്. നമ്മളെല്ലാം പുരുഷന്മാരും സ്ത്രീകളായിരിക്കാം. അത് പക്ഷെ നമ്മളെപ്പോഴും പുരുഷനായാലും ശരി, സ്ത്രീ ആയാലും ശരി, ഭഗവാന്റെ ബന്ധം നോക്കുമ്പോൾ നമ്മളെല്ലാം ഫെമിനിൻ ജെൻഡറാണ്. ആ പുരുഷൻ, മഹാപുരുഷൻ ഒന്നേ ഉള്ളൂ, ഭഗവാനാണ്. ആ സൗന്ദര്യത്തിനെ വെല്ലാൻ ഒരു ഭഗവാന്റെ ക്രിയേഷനിൽ ആരുമില്ല, ഭഗവാന്റെ ക്രിയേഷനിൽ ആരുമില്ല. കാരണം വെച്ചാൽ ഭഗവാന്റെ സബോർഡിനേറ്റ് എല്ലാവരും. അപ്പൊ ആ ഭംഗി, ആ ആ ഒരു ഭംഗിയാണ് ഇവിടെ കുലശേഖര ആൾവാർ ഇവിടെ പുകഴ്ത്തുന്നത്, ഭഗവാനും പുകഴ്ത്തുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. സോ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे हरि हरि गो।